ലാസ്റ്റ് വീഡിയോ കണ്ട് മെസ്സേജ് അയച്ചവർക്കും വിളിച്ചവർക്കും എല്ലാം വലിയൊരു താങ്ക്സ്. അവരോട് സംസാരിച്ചപ്പോഴാണ് അതിൽ പലർക്കും എന്റെ ഫിറ്റ്നസ് സ്റ്റോറി സഹായിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ തുടങ്ങിയാൽ 2015 തുടങ്ങി ലോങ് റൈഡും ഇരുന്നുള്ള ജോലിയും എന്നെ നട്ടലിന് തന്ന 8ന്റെ പണിയാണ്. 2017 ആയപ്പോൾ MRI റിപ്പോർട്ട് വന്നു. L4 L5 ഡിസ്ക് ബൾജിങ്. ഡോക്ടർ പറഞ്ഞു സർജറി അല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല. എന്നിട്ടും ഇൻഫ്ലമേഷനും പെയിനും ഉള്ള മരുന്ന് കഴിച്ച് തട്ടിമുട്ടിപ്പോയ എനിക്ക് പക്ഷേ 2018 ലൈഫ് സഡൻ ബ്രേക്ക് ഇട്ടു. നടക്കാനോ ഇരിക്കാനോ പറ്റില്ല. എന്തിന് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു മാസം. ഇനി ഒരിക്കലും പഴയ പോലെ നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. തുടർന്ന് ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ നീർക്കെട്ട് കുറഞ്ഞു. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ശരിക്കുള്ള പോരാട്ടം തുടങ്ങുകയായിരുന്നു. ഞാൻ ഫിറ്റ്നസിൽ ചെയ്ത റിസർച്ച്, എന്റെ ഫിസിക്കൽ ചെയ്ത എക്സ്പെരിമെന്റ്സ്, ആ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. പലരും കരുതിയിരിക്കുന്നത് ജിമ്മിൽ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ 80-90% രോഗങ്ങൾക്കും പരിഹാരമാണ് ഫിറ്റ്നസ് ട്രെയിനിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ലീൻ ബൾക്കിംഗ് 50 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. അതായത് കൊഴുപ്പ് കുറഞ്ഞ ആഹാരം അധികം കഴിച്ച് മസിൽ കൂട്ടുന്ന പ്രക്രിയ. ഇന്ന് ഞാൻ ചെയ്യുന്ന ഡെഡ് ലിഫ്റ്റ് 155 kg ആണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ ടാർഗറ്റ് 190 kg. ഡെഡ് ലിഫ്റ്റ് ഫിറ്റ്നസിൽ വളരെ പ്രാധാന്യമുള്ള ഒരു എക്സസൈസ് ആണ്. ബാക്ക് മസിൽസിന്, പ്രത്യേകിച്ച് ലോവർ ബാക്ക് മസിൽസിന് ഗുണം ചെയ്യുന്ന ലിഫ്റ്റ് ആണ്. പക്ഷെ അതൊരു ട്രെയിനറിന്റെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പാടുള്ളതേ അല്ല. അതിനായി ആദ്യം ചെയ്യേണ്ടത് പോസ്ചർ കറക്ഷൻ ആണ്. നമ്മുടെ നട്ടലിനെ താങ്ങി നിർത്തുന്ന മസിലുകളെ ഉണർത്തുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പിന്നീട് ബാലൻസിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടി ഡംബൽ സ്റ്റെപ്പ് അപ്സും വെയിറ്റഡ് ലഞ്ചസും ചെയ്യണം. അവിടെ നിന്ന് നേരിട്ട് ബാർബിളിലേക്ക് പോകാതെ ഹിപ്പ് ഹിഞ്ച് മൂവ്മെന്റ് മാസ്റ്റർ ചെയ്യണം. പിന്നെ ലോഡ് പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന്, അതായത് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു ഇഞ്ചുറിയിൽ നിന്നും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളിലൂടെ പറയുമല്ലോ അല്ലേ? അപ്പൊ ഇന്നത്തേക്ക് ബൈ.